നവമി വീണ്ടും ചേരുന്നുണ്ട്. നവമി, തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം എത്തി സിദ്ദിഖിനെ കണ്ടെത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. സിദ്ദിഖിന്റെ വസതികളിൽ നേരത്തെ തന്നെ പോലീസ് എത്തിയിരുന്നു. അഭിലാഷ്, സിദ്ദിഖിന് എറണാകുളത്ത് 2 വീടുകളാണുള്ളത്. ഒന്ന് പടമുകളിലുള്ള അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വീട്, മറ്റൊന്ന് ആലുവയിലെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്. ഈ 2 വീടുകളിലും പോലീസ് ഒരു സംഘം അവിടെ എത്തിയിരുന്നു. പക്ഷേ ഈ 2 വീടുകളിലും സിദ്ദിഖ് ഇല്ല എന്നുള്ളൊരു വിവരമാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. പടമുകളിലെ വീട്ടിൽ നമ്മൾ രാവിലെ പോയിരുന്നു, പക്ഷെ ആ വീട് പൂട്ടിയിട്ട നിലയിലാണ് കാണപ്പെട്ടത്. അതിനോടകം തന്നെ സിദ്ദിഖ് ആ വീട്ടിൽ ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഈ കോടതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കോടതി നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് സിദ്ദിഖ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതെന്നൊരു സാധ്യതയാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖ് ഏതെങ്കിലും വിധത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മറ്റെവിടെങ്കിലും ഒളിവിലായിരിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ബാക്കിയാകുന്നുണ്ട്. പക്ഷേ സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും കൂടിയാണ്. അറസ്റ്റ് ഭയപ്പെട്ട് തന്നെയാണോ അദ്ദേഹം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുകയാണോ, എറണാകുളം കൊച്ചി വിടാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നൊക്കെ ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ തന്നെ ആയിരിക്കും അദ്ദേഹം ഉള്ളത് എന്ന് നമുക്കും കരുതാം. മറ്റൊന്ന്, അന്വേഷണ സംഘം ഈ ആലുവ റൂറൽ പരിധിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. അത് സിദ്ദിഖ് എവിടെയാണുള്ളത് എന്ന കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് നമുക്ക് സൂചന. ഒപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായും പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടു. എന്നാലും തിരുവനന്തപുരത്ത് നിന്നുള്ള മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പോഴും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയാത്തത്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്തതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അത് സിദ്ദിഖിനെ ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ഒരുക്കുകയാണോ അന്വേഷണ സംഘം എന്ന ഒരു സംശയം നമുക്കുമുണ്ട്. കാരണം രാവിലെ 11 മണി മുതൽ ആരംഭിച്ച 11 മണിക്കാണ് ഈ കോടതിയുടെ ഉത്തരവ് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ട് പോലും സിദ്ദിഖ് എവിടെയാണെന്നതിൽ അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതിന്റെ അർത്ഥം ഇതിൽ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന സിദ്ദിഖിനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് സമയം കൊടുക്കുന്ന ഒരു സാഹചര്യമാണോ, അങ്ങനെ ഒരു വഴിയാണോ അന്വേഷണ സംഘം ഒരുക്കുന്നത് എന്നൊരു സംശയമാണ് ഇവിടെ ഉടലെടുക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ 2 വീടുകളിലും സിദ്ദിഖിന്റെ 2 വീടുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഒപ്പം കൊച്ചിയിലെ പല ഹോട്ടലുകളിലും ഈ സിനിമാ പ്രൊമോഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിലായോ സിദ്ദിഖ് താമസിക്കാനിടയുള്ള ഹോട്ടലുകളെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം ഒരു തിരച്ചിൽ, വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ എങ്ങും സിദ്ദിഖിനെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ലൈംഗികാതിക്രമ കേസിൽ സിദ്ദിഖിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. പീഡനക്കേസിൽ അതിജീവിതയെ നിശബ്ദനയാക്കാനുള്ള നീക്കം ഉൾപ്പെടെ നടന്നു. നിലവിൽ ഉന്നയിക്കപ്പെടുന്ന എല്ലാ ആക്ഷേപങ്ങളും പരാതികളും പ്രഥമദൃഷ്ട്യാ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്നുകൂടിയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് നവമി ദിനേശും ഒപ്പം വി വിനോദും നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.